വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കിടക്കുന്നുണ്ട്. അല്ല ഞാനിത് ഈ പരിപാടി നിർത്തി സിനിമ അങ്ങനത്തെ ഒരു ബേസിലാണ് പോണത്. എന്നാലും സ്റ്റേജിൽ ഞാൻ ഇനോഗ്രേഷൻ പരിപാടിക്ക് ചെല്ലുമ്പോൾ രണ്ടെണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറയും. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? അപ്പം ഞാനിത് പോളിഷ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പഴയ കാലത്ത് അനുകരണമാണ് ചെയ്യുന്നത്. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് ഇതില്ലെങ്കിൽ അവന് ജാടയെന്ന് പറയും. ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയും എഡിറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടനെ ട്രോളി, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇത് ടിനി ടോം തന്നെയാണല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താണെന്നറിയോ, സിനിമയിൽ വരുമ്പോൾ നമ്മൾ ആരെ അനുകരിക്കരുത്, ടിനി ടോം തന്നെ ആവണം. അപ്പോൾ അതെനിക്ക് ഗുണമാണ്. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ഇയാൾ എന്തൊക്കെ കാണിച്ചാലും ടിനി ടോം ആയിരിക്കും എന്ന് പറയുമ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ആ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരു സിനിമയിൽ ഞാൻ ആരെ അനുകരിച്ചെന്ന് പറയൂല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അതിനോടൊപ്പം സ്റ്റേജിൽ കയറുമ്പോൾ അനുകരിക്കുന്നത് അത് ആളെയാണ് അനുകരിച്ചതെന്നും പറയുന്നില്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെയുള്ള ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. താങ്കൊണ്ടോ ഈ നുണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. ഞാൻ ലാലേട്ടനെ അനുകരിക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? പിന്നെ വിശ്വസിക്കാണ്ട് എല്ലാവരും വിശ്വസിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഞാൻ ശബ്ദം അനുകരിക്കാറില്ല, രൂപ അത്. പക്ഷെ ലാലേട്ടനെ കാണുന്നവർക്ക് ഞാൻ തിരിഞ്ഞപ്പോ ഭയങ്കര കയ്യടിയായിരുന്നു. കുമാര കള്ളല്ല, സത്യമായിട്ടും പറയാ. പിന്നെ ഈ ഓൺലൈനിൽ വന്നപ്പോ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ വൈഫാണ് ഇത് ഏറ്റവും ആസ്വദിക്കുന്നത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. എന്റെ മകൻ എന്റെ പരിപാടി കാണുമ്പോഴില്ലേ ഇങ്ങനെ നോക്കി ഒറ്റ പോക്ക് അങ്ങോട്ട് പോകുള്ളൂ. അതല്ലേ ഏറ്റവും വലിയ വേദന. ഒന്ന് കണ്ട് ട്രോളിയ സന്തോഷമാണ്. ഇപ്പോഴും ഈ ട്രോള് കണ്ടിട്ട് എന്നെ വിദേശ രാജ്യത്തോട്ട് വിളിക്കുന്നു, എന്നിട്ട് അത് ചെയ്യണോട്ടാന്ന് പറയുന്നത് സത്യമായിട്ടത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.